السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله المبدئ المعيد الغفور الودود ذو العفو الواسع وشديد العقاب. أحمده سبحانه وهو أهل الحمد والتمجيد. أشكره واشكر لديه من أسباب المزيد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകളായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ട നാമങ്ങളായ അത്തവ്വാബ്, അൽ ഹലീം എന്നിവയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പാപമോചനത്തിന് ചില കാരണങ്ങൾ എന്ന ഒരു വിഷയമാണ് കുറച്ചു നേരം നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത്. മനുഷ്യരായ നാം എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. പാപസുരക്ഷിതരായ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മനുഷ്യരിൽ പ്രവാചകന്മാരും മലക്കുകളുമാണ്. മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വചനങ്ങളിലൂടെ തന്നെ ബോധ്യപ്പെടുത്തപ്പെട്ടതുമാണ്. കുല്ലുബിനി ആദമ ഖത്താഉൻ, മറ്റൊരു റിവായത്തിൽ കുല്ലുക്കും ഖത്താഊൻ എന്നും വന്നിട്ടുണ്ട്. ആദമിൻ്റെ സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. വ ഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ പാപമോചനം തേടുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു വചനം നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുവാണ് സത്യം. ലൗ ലം തദ്നബു ലദഹബല്ലാഹു ബിക്കും, നിങ്ങൾ പാപം ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ കൊണ്ടുപോകുമായിരുന്നു, അഥവാ നിങ്ങളെ നിഷ്കാസനം ചെയ്യുമായിരുന്നു. വലജാ ബിഖൗമി യദ്നുബൂൻ, എന്നിട്ട് തെറ്റ് ചെയ്യുന്നൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരികയും ഫയസ്തഗ്ഫിറൂന അല്ലാഹ ഫയഗ്ഫിറു ലഹും, എന്നിട്ട് അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുകയും അള്ളാഹു അവർക്ക് പാപമോചനം നൽകുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ മനുഷ്യർ തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വചനങ്ങളാണ് സൂചിപ്പിക്കപ്പെട്ടത്. അപ്പോൾ തെറ്റ് സംഭവിക്കും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പശ്ചാത്താപം എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. തെറ്റ് സംഭവിച്ചു പോയാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ പശ്ചാത്തപിക്കുന്നവരെയാണ് റബ്ബിനിഷ്ടം. സൂറത്തു നിസായിലെ 17-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ. അജ്ഞത കൊണ്ട് തെറ്റ് ചെയ്ത മനുഷ്യർ
സുമ്മ യതൂബൂന മിൻ ഖരീബിൻ, ഉടനെ തന്നെ അവർ പാപമോചനം അർത്ഥിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും. തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നീട് അവസരത്തിലേക്ക് മാറ്റിവെക്കാതെ എത്രയും പെട്ടെന്ന് പശ്ചാത്തപിച്ച് ഖേദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അങ്ങനെ പശ്ചാത്തപിക്കുന്നവരുടെ തിന്മകൾ അള്ളാഹു നന്മകളാക്കി മാറ്റുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അതുപോലെ തന്നെ അള്ളാഹുവിന് പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടമാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ. അതുപോലെ തന്നെ പകലിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു തൻ്റെ കൈകൾ നീട്ടി രാത്രിയിൽ പുറത്തു കൊടുക്കുവാനായി കാത്തിരിക്കുമെന്നും, രാത്രിയിൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യർക്ക് പുറത്തു കൊടുക്കുവാനായി പകലിൽ അള്ളാഹു തൻ്റെ കൈകളുമായി കാത്തിരിക്കുമെന്നും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. വല്ലാഹു യബ്സുത്തു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുത്തു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. അതേപോലെ തന്നെ സൂറത്ത് ആലി ഇംറാനിലെ 135 വചനത്തിൽ അള്ളാഹു പറയുന്നു, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. തെറ്റ് സംഭവിക്കുകയും സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവരുടെ തെറ്റിൽ നിന്നുള്ള പ്രായശ്ചിത്തമായി അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അള്ളാഹു ചോദിക്കുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റാരാണ് പാപമോചനം നൽകുന്നവൻ. ചുരുക്കത്തിൽ തെറ്റ് സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ പ്രകൃതമാണ്. അതിന് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കേണ്ടത് അനിവാര്യവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളുടെ കാര്യം പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, അഫലാ യതൂബൂന ഇലല്ലാഹ്, അള്ളാഹുവിനോട് പാപമോചനം തേടാൻ അവരെന്തുകൊണ്ടാണ് പാപമോചനം തേടാത്തത് എന്ന്. അള്ളാഹു ഗഫൂർ റഹീമുമാണ്, പാപമോചനം ഇഷ്ടപ്പെടുന്നവനാണ്, അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, എന്താണ് അവർ പശ്ചാത്തപിക്കാത്തത് എന്ന്. അതേപോലെ തന്നെ പശ്ചാത്താപത്തിന് പ്രേരിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, പശ്ചാത്തപിച്ച് മടങ്ങുക, നിങ്ങൾ വിജയിച്ചേക്കാം. അതേപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിഷ്കളങ്കമായ പശ്ചാത്താപം അള്ളാഹുവിലേക്ക് നിങ്ങൾ നടത്തുക എന്ന് അള്ളാഹു കൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ഈ പശ്ചാത്താപം മനുഷ്യജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിന് പ്രേരകമായ, മനുഷ്യനെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിലെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ്, അതിൻ്റെ ചില കാരണങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, വിശ്വാസം ശരിയായിരിക്കണം. അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ അവൻ്റെ ഒരു മനുഷ്യൻ്റെ മനസ്സ് പാകപ്പെടണമെങ്കിൽ ശരിയായ വിശ്വാസിയായിരിക്കണം അവൻ. വിശ്വാസം ശരിയാവാത്ത കാലത്തോളം അവൻ ചെയ്ത തെറ്റുകൾ അവന് ബോധ്യപ്പെടുകയോ പശ്ചാത്താപിക്കുവാൻ അവന് മനസ്സ് പാകപ്പെടുകയോ ചെയ്യുകയില്ല. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ആദ്യം പറഞ്ഞത് വിശ്വാസം, പിന്നീട് സൽക്കർമ്മം. അങ്ങനെ വിശ്വാസികളായി സൽക്കർമ്മം ചെയ്യുന്നവർക്ക് ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം, അവർക്കാണ് അള്ളാഹു പാപമോചനം നൽകുക. അതേപോലെ തന്നെ ലഹും മഗ്ഫിറത്തും അജ്റുൻ കരീം എന്ന് മറ്റൊരു ആയത്തിലും കാണുവാൻ സാധിക്കും. അപ്പം ശരിയായ വിശ്വാസി ആകുമ്പോഴാണ് തൗബ ചെയ്യുവാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവൻ എത്തുക. തെറ്റ് ബോധ്യപ്പെടുമ്പോഴാണല്ലോ തൗബ ചെയ്യുക. വിശ്വാസം ശരിയാവാത്ത മനുഷ്യരെ എമ്പാടും നമുക്ക് കാണുവാൻ സാധിക്കും. ബിദ്അത്തുകളിലും ഖുറാഫാത്തുകളിലും ഷിർക്കിലുമൊക്കെ പൂണ്ട് കിടക്കുന്നവർ. അതൊക്കെ അവർ ചെയ്യുന്നത് പലതും ശരിയാണെന്ന ബോധ്യത്തിലും പുണ്യമാണെന്ന ബോധ്യത്തിലുമൊക്കെയാണ്. എന്തുകൊണ്ടാണ് അതവർക്ക് അങ്ങനെ ബോധ്യപ്പെടുന്നത്? അവരുടെ വിശ്വാസം ശരിയാവാത്തത് കൊണ്ടാണ്. ശരിയായ വിശ്വാസികളാകുമ്പോൾ തെറ്റുകൾ അവർക്ക് ബോധ്യപ്പെടുകയും അതിൽ നിന്ന് പശ്ചാത്തപിക്കുവാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ സൂക്ഷ്മത പുലർത്തുക എന്നതും
അതിന് പ്രേരകമാകുന്നൊരു ഘടകമാണ്. ഇൻ തത്തഖുല്ലാഹ്, സത്യവിശ്വാസികളോട് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയഗ്ഫിർ ലക്കും ദുനൂബക്കും യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു ഫുർഖാൻ, നന്മ തിന്മകൾ തിരിച്ചറിയുവാനുള്ള ഒരു മാർഗമുണ്ടാക്കി തരും. നിങ്ങൾക്ക് അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. അതുപോലെ തന്നെ വൻ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാവുക എന്നതും തൗബക്ക് പ്രേരകമാകുന്ന ഘടകങ്ങളിൽപ്പെട്ടതാണ്, അതിന് കാരണമാകുന്ന ഘടകങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻ, നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങളെ നിങ്ങൾ വെടിയുകയാണെങ്കിൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് നാം പുറത്തു തരും. വനുദ്ഖിലുക്കും മുദ്ഖലൻ കരീമ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യമായ വാസസ്ഥലത്ത് പ്രവേശിപ്പിക്കുകയും ചെയ്യും, അഥവാ സ്വർഗ്ഗലോകത്ത് അല്ലാഹു പ്രവേശിപ്പിക്കും. അതേപോലെ തന്നെ ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യഖുദു അന്നി ഹൗലായിൽ കലിമാത്ത്, ഈ വചനങ്ങൾ എന്നിൽ നിന്ന് ആരാണ് സ്വീകരിക്കുക, ഫയഅമല ബിഹിന്ന ഔ യുഅല്ലിമഹുന്ന മൻ യഅമല ബിഹിന്ന, അല്ലെങ്കിൽ ഇതെന്നിൽ നിന്ന് സ്വീകരിച്ച് അത് ആ വചനങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവിരലുകൾ പിടിച്ചു, ഫഅഖദ ബിയദി ഫഅദ്ദ ഫിഹാ ഖംസൻ, എന്നിട്ട് 5 എണ്ണം എണ്ണി പറഞ്ഞു കൊടുത്തു. അതിൽ ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖിൽ മഹാരിം, അള്ളാഹു നിനക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നീ സൂക്ഷിക്കണം. എന്നാൽ തക്കുൻ അഅ്ബദന്നാസ്, നീ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധനകൾ നിർവഹിക്കുന്ന ആബിദായി മാറും. ഇത്തഖിൽ മഹാരിമ തക്കുൻ അഅ്ബദന്നാസ്, നീ നിഷിദ്ധ കാര്യങ്ങളെ സൂക്ഷിച്ചാൽ, അതിൽ നിന്ന് മാറി നിൽക്കുവാൻ നിനക്ക് സാധിച്ചാൽ, തക്കുൻ അഅ്ബദന്നാസ്, നീ ആയിരിക്കും ജനങ്ങളിലെ ഏറ്റവും നല്ല ആബിദ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വറല്ല ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, അള്ളാഹു നിനക്ക് നൽകിയ ഓഹരിയിൽ നീ തൃപ്തിപ്പെട്ടാൽ നീയായിരിക്കും ജനങ്ങളിൽ ഏറ്റവും ധനികൻ. വഹ്സിൻ ഇലാ ജാരിക് തകുൻ മുഅ്മിന, നിന്റെ അയൽവാസിയോട് നീ നല്ല നിലയിൽ വർത്തിച്ചാൽ നീ വിശ്വാസിയാകും. വഹബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമ, നിനക്കിഷ്ടപ്പെടുന്നത് ജനങ്ങളും ഇഷ്ടപ്പെടുന്നതെന്ന് നീ ആഗ്രഹിച്ചാൽ നീ മുസ്ലിമായി മാറും. വലാ തുക്സിറുൽ ലഹിക്, നീ ധാരാളമായി ചിരിക്കരുത്. ഫഇന്ന കസറത്തുൽ ലഹികി തുമീതുൽ ഖൽബ്, ധാരാളമായി ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തെ മരിപ്പിക്കും. ഇവിടെ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്, ഇത്തഖിൽ മഹാരിം തകുൻ അഅ്ബദന്നാസ്. ധാരാളമായി നമ്മൾ ഇബാദത്തുകൾ അള്ളാഹുവിന് നിർവഹിക്കുന്നുണ്ട്. ഇബാദത്തുകൾ നിർവഹിക്കുന്നതോടൊപ്പം അത് സ്വീകാര്യമാകണമെങ്കിൽ അതിനോടൊപ്പം നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. തിന്മകളെ സൂക്ഷിക്കാതെ, അങ്ങനെ കുറേ മുസ്ലിങ്ങളുണ്ടല്ലോ, 5 വക്ത് കൃത്യമായി നിസ്കരിക്കും, ഖുർആൻ പാരായണം ചെയ്യും, അതോടൊപ്പം തോന്നിയവാസങ്ങളിലും മുഴുകും, സംഗീതങ്ങളിലും സിനിമകളിലും മറ്റുമൊക്കെയായി അങ്ങനെ തുടങ്ങിയ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ അവർക്കുണ്ടാകും. അതോടൊപ്പം അവർ നിസ്കരിക്കുന്നവരായിരിക്കും, ഖുർആൻ ഓതുന്നവരായിരിക്കും. പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ തെറ്റുകൾ ചെയ്തുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് കാര്യമില്ല. തെറ്റുകളെ, മുഹറമാത്തുകളെ സൂക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം സൽക്കർമ്മങ്ങളിൽ നാം ഏർപ്പെടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ രണ്ടും ഒരേപോലെ കൊണ്ടുപോവുക എന്നത് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുവാനായി ഉപകരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പ്രത്യേകമായി നാം സൂക്ഷിക്കേണ്ടതാണ് ഏകാന്തതകളിൽ നമ്മിൽ നിന്ന് വന്നു പോകുന്ന പിഴവുകൾ. മനുഷ്യർ ഒറ്റപ്പെടുമ്പോഴാണ് കൂടുതൽ അവൻ തിന്മകളിലേക്ക് വഴുതി വീഴുന്നത്. ആരുമില്ലാത്ത അവസ്ഥയിൽ, ആരും കാണുന്നില്ല എന്ന ബോധ്യത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ആളുകൾ തിന്മകളിൽ ഏർപ്പെടുന്നു. സത്യത്തിൽ അത്തരം കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെയാണ് നാം കാണേണ്ടത്. അതിൻ്റെ ആഘാതം നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതായിരിക്കും. നമ്മുടെ മുഖത്തിൻ്റെ ശോഭ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന,
നമുക്ക് മാനസിക സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കുന്ന കാര്യമായിട്ടാണ് പണ്ഡിതന്മാർക്ക് അത് പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസ് സൗബാൻ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലഅലമന്ന അഖ്വാമ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ ബൈളൻ. അന്ത്യനാളിൽ വെളുത്ത തിഹാമ പർവ്വതത്തിന് സമാനമായ കർമ്മങ്ങളുമായി, സൽക്കർമ്മങ്ങളുമായി, സുഹൃതങ്ങളുമായി അള്ളാഹുവിനെ സമീപിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ തിഹാമ പർവ്വതത്തിന്, വെളുത്ത തിഹാമ പർവ്വതത്തിന് സമാനമായ, അതിനെക്കുറിച്ച് തിഹാമ പർവ്വതത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഓരോ ഭാഗത്തു നിന്ന് നോക്കിയാൽ അത് വെളുത്തതായി കാണാമെന്ന് പറയുന്നുണ്ട്. ഇതിനെ തിഹാമ പർവ്വതത്തോട് ഉപമിക്കാൻ കാരണം അത് കാണുമ്പോൾ വളരെ ഏറ്റവും നല്ല കർമ്മങ്ങളാണ് എന്ന് ആളുകൾ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള കർമ്മങ്ങളുമായിട്ടാണ് അവർ വരിക. പക്ഷേ ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ കർമ്മങ്ങളെയൊക്കെ ധൂളികളാക്കി പറത്തപ്പെടും. അപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. ഞങ്ങൾ അറിയാതെ അവരിൽ പെട്ടുപോകാതിരിക്കാൻ അവരെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നാലുമെന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ രാത്രിയിൽ ചെയ്യുന്ന ആളുകളാണ്. രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന, ദിക്റുകൾ ചെല്ലുന്ന, രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളൊക്കെ തന്നെയാണവർ. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ, പക്ഷേ അവരുടെ പ്രശ്നം എന്താണ്? അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ, അവരൊറ്റക്കായി കഴിഞ്ഞാൽ ബി മഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമായി അവർ വ്യാപൃതരാകും. അപ്പോൾ കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്ന ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു കാര്യമുണ്ട്. അൻ യുളഹിറ അശ്ശഖ്സു ലിന്നാസി ഫിൽ ളാഹിരി സ്വലാഹ വത്തഖ്വ, ഭയങ്കര ഭക്തനും ഭയങ്കര സുഹൃതവാനുമായിട്ടൊക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളാണവർ. ഫൈദബ്തഅദ അൻ അയ്യുനിൻ നാസി, എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ നിന്നവർ വിദൂരത്തായി കഴിഞ്ഞാൽ ലം യുറാഇ നദർ അല്ലാഹി തആല, അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ അവർ പരിഗണിക്കുകയില്ല. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യമില്ലാതെ, ബോധപൂർവം അത് മറന്നുകൊണ്ട് അതിനെ പരിഗണിക്കാതെ വഖഅഫിൽ മുഹർരിമാത്തുകളിൽ അവർ വ്യാപൃതരാകും. അപ്പോൾ ഏകാന്തതയിൽ ചെയ്തു പോകുന്ന തെറ്റുകളെ വളരെ കർശനമായി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കബായിറുകൾ മാത്രമല്ല, ചെറിയ ചെറിയ തെറ്റുകൾ പോലും, തെറ്റുകളെ ഒന്നും നിസ്സാരമായി കാണാതെ അതിൻ്റെ ഗൗരവത്തെ ഉൾക്കൊള്ളണം എന്നത് പ്രധാനമാണ്. കാരണം ഫലാ തൻദുർ ഇലാ സിഗറിൽ ഖതിയത്തി വലാകിൻ ഉൻദുർ ഇലാ അളമതി മൻ തഅസ, നമ്മൾ തെറ്റുകളുടെ നിസ്സാരതയല്ല. ചില ആളുകൾ പറയാറുണ്ട്, ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഗെയിം കളിക്കും, കുറച്ച് തമാശയൊക്കെ കാണും, കുറച്ച് റീൽസ് കാണും, കുറച്ച് കോമിക്സ് കാണും. ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളായി അവർ കാണുകയാണ്. കുറച്ചൊരു കോമഡി കണ്ടാൽ എന്താണ്, അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, മനസ്സിനൊരു ആശ്വാസത്തിന് വേണ്ടിയല്ലേ, ഒരു റിലാക്സിന് വേണ്ടിയല്ലെന്നൊക്കെ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാർ പറയുന്നത് ഫലാ തൻദുർ ഇലാ സഗറത്തിൽ ഖതിയ, തെറ്റുകളുടെ നിസ്സാരതയല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത്, മറിച്ച് വലാകിൻ ഉൻദുർ ഇലാ അളമതി മൻ തഅസ, നിങ്ങൾ ആരെയാണ് ധിക്കരിക്കുന്നത്, ആ ധിക്കരിക്കുന്ന ആളുടെ മഹത്വമാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മഹത്വം എന്താണ്? നമ്മൾ ധിക്കരിക്കുന്നത് ആരെയാണ്? ഈ തെറ്റിനെ നിസ്സാരവൽക്കരിക്കുന്നതിലൂടെ നാം ധിക്കരിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ധിക്കരിക്കുന്ന ആളുടെ മഹത്വത്തെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമ്മെ ഉപദേശിക്കുകയാണ്. അതേപോലെ തന്നെ തൗബക്ക് കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത്. അൽ ഇഖ്ലാസു ലില്ലാഹി തബാറക വ തആല, എല്ലാ കാര്യങ്ങളിലും ഇഖ്ലാസ് എന്നത് അനിവാര്യമാണ്. ഫമൻ അഖ്ലസ ലില്ലാഹി തആല യസ്സറല്ലാഹു ലഹു ഇലൽ ഖൈർ, ഒരാൾ അള്ളാഹുവിനോട് ഇഖ്ലാസ് കാണിച്ചാൽ
അള്ളാഹു അവന് നന്മകളിലേക്ക് എളുപ്പം നൽകുമെന്നാണ്. വസറഫ അൻഹു ശർറ വസ്സു, തിന്മകൾ അവനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കളയും. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം സൂറത്ത് യൂസുഫിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. കദാലിക ലിനസ്റിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. പ്രകാരം ലിനസ്റിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ, അദ്ദേഹത്തെ തൊട്ട് ചീത്ത കാര്യങ്ങളെയും തെറ്റുകളെയും തിരിച്ചുവിടാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തത്. നാം അങ്ങനെ ചെയ്തത് കാരണം ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം യൂസുഫ് നബി അലൈഹി സ്വലാം നമ്മുടെ മുഖ്ലിസീങ്ങളായ അടിമകളിൽപ്പെട്ട ആളാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥത കാണിക്കുമ്പോൾ, ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകളിലേക്ക് നമുക്ക് എളുപ്പം നൽകും. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരും. അള്ളാഹു നമ്മിൽ നിന്ന് ഷെറുകളെ അകറ്റും. ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ നമുക്ക് സാഹചര്യം ഒരുക്കും. അതൊക്കെ നമ്മുടെ ആത്മാർത്ഥതയെ, ഇഖ്ലാസിനെ പരിഗണിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു നൽകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മുജാഹദത്തുൻ നഫ്സ്. പണ്ഡിതന്മാർ പറയുന്നു, ആത്മനിയന്ത്രണവും പരിശ്രമവും, സ്വന്തത്തോടുള്ള ജിഹാദ്, മുജാഹദത്തുൻ നഫ്സ്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാൻ സ്വന്തം നഫ്സിനെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഫൈനൽ ആബദ മാലം യുജാഹിദ് നഫ്സഹു അവലൻ ഫയബദഉ ബിഹാ വയുൽസമുഹാ ബിഫഇലി മാ ഉമിറത് ബിഹി വതർകു മാ നുഹിയത് അൻഹു ലം യുമക്കിൻഹു തജ്ദീദു തൗബത്തുഹു ലില്ലാഹി അസ്സ വജല്ല. ഒരു അടിമ അവൻ്റെ സ്വന്തം മനസ്സിനോട്, ദേഹേച്ഛകളോട്, ആഗ്രഹങ്ങളോട് പൊരുതി നിന്നുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാനും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാനും ആ തൻ്റെ നഫ്സിനെ നിർബന്ധിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അള്ളാഹുവിനുള്ള തൗബ പുതുക്കുവാൻ, അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ അവന് സാധിക്കുകയില്ല. നമ്മുടെ സ്വന്തം നഫ്സിനെ നന്മകളിൽ വ്യാപൃതരാക്കി നിർത്തുവാൻ, അതോടൊപ്പം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമ്മുടെ ദേഹേച്ഛകളോട് പൊരുതി നിന്നുകൊണ്ട് മനസ്സിനെ, നമ്മുടെ ശരീരത്തെ നിർബന്ധിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ അള്ളാഹുവിനോട് നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾക്ക്, തെറ്റുകൾക്ക് പാപമോചനം തേടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോഴേ അതിനൊരു തൗഫീഖ് ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്മദ് ഉദ്ധരിച്ച, അൽബാനി സഹീഹാണെന്ന് വിശേഷിപ്പിച്ചൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വാസി ആരാണെന്ന് പറഞ്ഞു തരട്ടെ. മൻ അമിനഹുൻ നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം, മൻ അമിനഹുൻ നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം, തൻ്റെ ശരീരത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ആളുകൾ സുരക്ഷിതരായവർ. വൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, മുസ്ലിം ആരാണെന്ന് പറഞ്ഞിട്ടെ, അതാരാണ്? ജനങ്ങൾ തൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ടവർ. വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ താഅത്തില്ലാഹ്, മുജാഹിദ് എന്ന് പറയുന്നത് മൻ ജാഹദ നഫ്സഹു ഫീ താഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ തൻ്റെ നഫ്സിനോട് സമരം ചെയ്യുന്നവനാണ് യഥാർത്ഥ മുജാഹിദ്. മുജാഹിദാവുക എന്ന് പറഞ്ഞാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിലും KNM മെമ്പർഷിപ്പ് എടുക്കുക എന്നല്ല. മുസ്ലിമും മുഅ്മിനും മുത്തഖിയും മുഹ്സിനുമായ വിശ്വാസിയാവുക എന്നുള്ളതാണ്. മുസ്ലിമായാലേ മുഅ്മിനാവാൻ പറ്റുള്ളൂ, മുഅ്മിനായാലേ മുത്തഖിയാവാൻ പറ്റുള്ളൂ, മുത്തഖിയായാലേ മുഹ്സിനാവാൻ പറ്റുള്ളൂ, മുഹ്സിനായാലേ മുജാഹിദാവാൻ പറ്റുള്ളൂ. ആദ്യം മുജാഹിദായിട്ട് കാര്യമില്ല. ഈ ഘടകങ്ങളൊക്കെ ചേർന്ന ആൾക്കാണ് മുജാഹിദ് എന്ന് പറയുക. അവനാണ് തൻ്റെ നഫ്സിനോട് സമരം ചെയ്യാൻ സാധിക്കുക. അവനാണ് നന്മകളിൽ തൻ്റെ നഫ്സിനെ നിലനിർത്തുവാൻ, ആ നഫ്സിനെ പ്രേരിപ്പിക്കാൻ സാധിക്കുക. അത്തരം വിശ്വാസികൾക്കാണ്, അത്തരമൊരു മുജാഹിദിനാണ് യഥാർത്ഥ മുജാഹിദ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് സംഘടനാപരമായ മുജാഹിദിനെ കുറിച്ചല്ല. വിശ്വാസനോട് പറഞ്ഞ മുജാഹദത്തുൻ നഫ്സ് എന്ന് പറയുന്നത് അത്തരമൊരു വിശ്വാസ ദാർഢ്യതയിലേക്ക് നാം ഉയരേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ മുജാഹിദാകുവാൻ സാധിക്കുക എല്ലാ അർത്ഥത്തിലും. അത് നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും ഒരു മുജാഹിദ് എന്നൊരാളെ വിശേഷിപ്പിക്കണമെങ്കിൽ ഈ ഘടകങ്ങൾ, മുസ്ലിം ആവണം, മുഅ്മിനാവണം, മുത്തഖിയാവണം, മുഹ്സിനാവണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ ഈ രൂപത്തിലേക്ക് വളരുക. മറ്റൊരു ഘടകം പണ്ഡിതന്മാർ പറയുന്നു,
തുദക്കിറുൽ മൗത്ത്, മരണത്തെ ഓർക്കുക എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ചും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നൊരു മനുഷ്യന് ഒരിക്കലും പശ്ചാത്തപിച്ച് മടങ്ങാതിരിക്കാൻ സാധിക്കുകയില്ല. എത്രയോ മരണങ്ങൾ ഇന്ന് രാവിലെയും നമ്മൾ വായിച്ചു. ജിദ്ദയിൽ മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു ചെറുപ്പക്കാരൻ, മരണം നമ്മുടെ പടിവാതിൽക്കലുണ്ട് എപ്പോഴും. മരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹാദിമുൽ ലദ്ദാത്ത് എന്നാണ്. എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്നതാണ് മരണം. നമ്മുടെ ജീവിതത്തിൽ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണം. അക്സിറു സിക്ര ഹാദിമുൽ ലദ്ദാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നിങ്ങൾ വർദ്ധിപ്പിക്കുക എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ. അത് മരണമാണ്. മരണം നമ്മുടെ പടിവാതിൽക്കലുണ്ട്. വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അല്ലാഹുവിലേക്ക് മടങ്ങുമെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നൊരു സമയം, നമ്മുടെ കണങ്കാലുകൾ കൂട്ടിപ്പിണയുന്നൊരു സമയം, മലക്കുകളെ നമ്മൾ കാണുന്ന സമയം, നമ്മുടെ നോക്കത്താ ദൂരത്ത്, നമ്മുടെ നോട്ടം എത്തുന്ന ദൂരത്ത് മലക്കുകൾ വന്നിരിക്കുന്നത് നമ്മൾ കാണുന്നൊരു സന്ദർഭമുണ്ട്. അത് നമ്മുടെ മരണവേളയാണ്. ആ മരണം അനിവാര്യമാണ് നമുക്ക്. ആ മരണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ളത് ഏതെങ്കിലുമൊക്കെ മരണവാർത്തകൾ വായിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ നിരന്തരമായി ഞാൻ ഈ ജീവിതം ശാശ്വതമായ ജീവിതമല്ല, നാളെ മരണപ്പെടും, മരിച്ചു കഴിഞ്ഞാൽ ഖബറുണ്ട്, അവിടെ ഞാൻ ഒറ്റക്കാണ്, അവിടെ മലക്കുകൾ വരും, ചോദ്യങ്ങളുണ്ടാവും, ഖബർ എന്നെ എന്നെ ഖബറിങ്ങനെ കൂട്ടി ഇണക്കും, അവിടെ വേദനകൾ ഉണ്ടാകും, ബർസഖ് ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെ നിരന്തരമായി നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. അക്സിറു എന്നാണ് പ്രവാചകൻ കൽപ്പിച്ചത്. നിങ്ങൾ ധാരാളമായി നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുക. ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ മാത്രമല്ല നാം മരണത്തെക്കുറിച്ച് ഓർക്കേണ്ടത്. എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും വരുമ്പോൾ മാത്രമല്ല നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കേണ്ടത്. എപ്പോഴും നമസ്കാരത്തെക്കുറിച്ച് പോലും ശാസ്ത്രം പറഞ്ഞില്ലേ, അവസാനത്തെ നമസ്കാരമാണെന്ന രൂപത്തിലാണ് ഓരോ നമസ്കാരവും നിർവഹിക്കേണ്ടത്. അടുത്ത നമസ്കാരത്തിന് നമുക്ക് സാധിക്കുമോ എന്ന് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കട്ടെ. മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പശ്ചാത്തപിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്ന ഘടകമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അൽ ഖശിയത്തു മിനല്ലാഹി തആല വൽ ഖൗഫി മിൻ ഇഖാബിഹി. അള്ളാഹുവിനെയും അവൻ്റെ ശിക്ഷയെയും കുറിച്ചുള്ള ഭയപ്പാട്. ഖൗഫ് എന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക, തബഈയായ ഖൗഫ്, പ്രകൃതിപരമായ മനുഷ്യൻ്റെ പേടികൾക്ക് അപ്പുറത്ത് വിശ്വാസപരമായ ഒരു പേടി. റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും റബ്ബ് എന്നിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾക്ക് കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും ഇന്ന ബത്വശ റബ്ബിക ലശദീദ് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ പിടുത്തം അത് കഠിനമാണ്, നമുക്ക് അസഹ്യമാണ്. ശിക്ഷയുടെ ആഴം അത്ര വലുതാണ്. ഓരോ നിസ്സാരമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു പോകുന്ന തിന്മകൾക്ക് പോലും ശിക്ഷ അള്ളാഹു കഠിനമാക്കുന്നവനാണ്. പക്ഷേ പശ്ചാത്തപിച്ചാൽ അതെല്ലാം അള്ളാഹു പുറത്തു തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വചനമാണ്. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെക്കുറിച്ചുള്ള ഭയത്താൽ വിറച്ചു നിൽക്കുന്നവരാണ് അവർ, ആര്? വിശ്വാസികൾ. അപ്പോൾ സൂറത്തുൽ അംഫാൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് അവിടെ മുഫസ്സിറുകളൊക്കെ പറഞ്ഞത് ആ പറയപ്പെട്ട ഗുണങ്ങൾ ഉള്ള ആളുകൾ മാത്രമാണ് വിശ്വാസികൾ എന്നാണ്. ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖൻ എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനം പറഞ്ഞത് അങ്ങനെയാണ്. ആ ഗുണങ്ങളില്ലാത്ത ആളുകൾ വിശ്വാസികളല്ല എന്നാണ്. റബ്ബിനെക്കുറിച്ച് ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, സൂറത്തുൽ അംഫാൽ നമ്മൾ വായിക്കുകയാണ്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പിടക്കണം. വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കണം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖൻ, യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ മാത്രമാണ് വിശ്വാസികൾ എന്നാണ് മുഫസ്സിറുകൾ അതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾ, അതാണ് വിശ്വാസികളുടെ ഗുണങ്ങൾ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ മുഅ്മിനൂൻ, അതിൽ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഉലായിക ഹുമുൽ വാരിസൂൻ, അവർക്ക് അള്ളാഹു സ്വർഗം അനന്തരം നൽകുമെന്നാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഗുണവിശേഷണങ്ങളുള്ള വിശ്വാസികൾ,
അവർക്ക് എങ്ങനെയാണ് ആ ഗുണവിശേഷണം ഉണ്ടാവുക? അള്ളാഹുവിനെ ഭയപ്പെടുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. റബ്ബ് നിരീക്ഷകനായി ഉണ്ടെന്നും അവനെ കണ്ടുമുട്ടേണ്ടതുണ്ടെന്നും അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ടെന്നുമുള്ള ഒരു ഭയം എപ്പോഴും നമ്മിൽ ഉണ്ടാവുക. അത് നമുക്ക് പശ്ചാത്താപത്തിന് പ്രേരണ നൽകുന്ന ഘടകമാണ്. മറ്റൊരു കാര്യം, തുദക്കിറു റഹ്മത്തില്ലാഹില്ലത്തി വസിഅത്ത് കുല്ല ഷൈ, എല്ലാ കാര്യങ്ങളെക്കാളും വിശാലമായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക. അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ്, അള്ളാഹുവിൻ്റെ എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലായാലും നമ്മുടെ ജോലിയിലായാലും മറ്റ് നാം വ്യവഹരിക്കുന്ന ഏത് മേഖലയിലാവട്ടെ അനന്തമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതെപ്പോഴും ഓർക്കുക. അള്ളാഹു എപ്പോഴും ആ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കുവാൻ കഴിവുള്ളവനാണ്. എപ്പോഴും നമ്മൾ നീങ്ങിപ്പോകാം. വിശ്വാസങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുമ്മ നഊദു ബിക മിൻ സവാലി നിഅ്മതിക്, അള്ളാഹുവേ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നന്മയിൽ ഉപയോഗപ്പെടുത്തുകയും അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് അടുപ്പം കാണിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളായി മാറി നാളെ പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് സാധിക്കണമെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പണ്ഡിതന്മാർ പറയുന്നു, തുദക്കിറു നഈമിൽ മുഖീമി യൗമൽ ഖിയാമ, പരലോകത്തെ ശാശ്വതമായ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഇന്ന് ഇവിടെ ദുനിയാവിലുള്ള ചെറിയ നിസ്സാരമായ അനുഗ്രഹങ്ങളല്ല ആഖിറത്തിൽ നമ്മെ കാത്തിരിക്കുന്നത്. അവിടുത്തെ സ്വർഗ്ഗലോകത്തിലെ അനന്തമായ അനുഗ്രഹങ്ങൾ, മഥലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്ന മുത്തഖീങ്ങളായ വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ടല്ലോ. ഫിഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, അതിൽ പകർച്ച വരാത്ത വെള്ളത്തിൻ്റെ അരുവികളുണ്ട്. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചിഭേദം സംഭവിക്കാത്ത പാലിൻ്റെ അരുവികളുണ്ട്. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വദിക്കാവുന്ന ആസ്വാദ്യകരമായ മദ്യത്തിൻ്റെ അരുവികളുണ്ട്. വഅൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികളുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ വലഹും ഫിഹ മിൻ കുല്ലി സമറാത്ത്, അവർക്കതിൽ എല്ലാത്തരം കായ്ക്കനികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹൂറികളുണ്ടവിടെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന അനന്തമായ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, അത് ശാശ്വതമാണ്. ദുനിയാവിലെ അനുഗ്രഹം അത് നശ്വരമാണ് എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതെപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് സംഭവിച്ചു പോകുന്ന പിഴവുകൾക്ക് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവാൻ നമുക്ക് സാധിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു, അൽ മവാളിബത്തു അലൽ ഫറായിലി ഖാസത്തൽ ലിസ്സലവാത്തിൽ ഖംസ്, നിർബന്ധമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് 5 നേരത്തെ നമസ്കാരം അത് പതിവാക്കുക. നിർബന്ധമായ കാര്യങ്ങൾ പതിവായി ചെയ്യുക. 5 നേരത്തെ നമസ്കാരത്തിൻ്റെ കാര്യം നമ്മളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഫറായിലുകളിൽ നാളെ പാരത്രിക ലോകത്ത് ആദ്യം ചോദ്യം ചെയ്യുന്നത് കർമ്മങ്ങളിൽ നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞ സൂറത്തുൽ മുഅ്മിനൂൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ ആ വിശ്വാസികളുടെ ഗുണം പറഞ്ഞെടുത്ത് 2 സ്ഥലത്താണ് അള്ളാഹു നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയിച്ച സത്യവിശ്വാസികൾ ആരാണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അല്ലേ? ഒന്നാമത് പറഞ്ഞു അവർ ഖുശൂ ഉള്ളവരായിരിക്കും നമസ്കാരത്തിൽ. രണ്ടാമത് പറഞ്ഞത് വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ എന്ന് വീണ്ടും പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്, അല്ലേ? സത്യവിശ്വാസികളുടെ ഗുണം പറയുന്ന ആ സ്ഥലത്ത് ഒന്നാമത് പറഞ്ഞു നമസ്കാരം ഭക്തിയോടെ ഖുശൂവോടെ നിർവഹിക്കുന്നവർ. അങ്ങനെ കുറേ അവരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ട് അവിടെ ആ ഗുണങ്ങൾ പറയുന്ന വിശേഷണങ്ങൾ അവസാനിക്കുന്നത് വീണ്ടും വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ, വീണ്ടും നമസ്കാരത്തെക്കുറിച്ച് പറയുകയാണ്. നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവർ. ഇവിടെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അത് നമസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിൽ ആ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന ഓരോ കർമ്മങ്ങളുടെയും റുക്കൂ, സുജൂദ്, ഇഅ്തിദാൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കുക എന്നതാണ് അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അങ്ങനെ ഏറ്റവും സൂക്ഷ്മമായി അതിൻ്റെ എല്ലാ ഘടകങ്ങളും പാലിച്ചുകൊണ്ട് കൃത്യസമയത്ത്, അതിൻ്റെ ഒന്നാമത്തെ സമയത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സമയം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവ്വൽ വക്തിൽ നിസ്കരിക്കുക എന്നതാണ്.
അത്രമാത്രം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഉലായിക ഹുമുൽ വാരിസൂൻ, അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ഫിർദൗസ് എന്ന സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം, അതിന് മുകളിൽ അള്ളാഹുവിൻ്റെ അർശാണ്, അത് അവർക്ക് അനന്തരമായി ലഭിക്കുമെന്ന്. എത്ര വലിയ പദവിയാണ് അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമസ്കാരങ്ങളുടെ കാര്യം, അതേപോലെ തന്നെ ഫർളായ മറ്റ് സക്കാത്ത്, അതേപോലെ തന്നെ നോമ്പ്, നിർബന്ധമാക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെയുള്ള സൂക്ഷ്മത പുലർത്തുക എന്നത്, അതേപോലെ തന്നെ ഐച്ഛികമായ കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക, അത് പതിവാക്കുക, അത് നിരന്തരമായി ചെയ്യുക. സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, ഇതൊക്കെ നമുക്ക് തൗബക്ക്, പശ്ചാത്താപത്തിന് പ്രേരണ നൽകുന്ന ഘടകങ്ങളായി, കാരണങ്ങളായി പണ്ഡിതന്മാർ വിവരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, അൽ മുദാവമത്തു അലാ തിലാവത്തിൽ ഖുർആനി വൽ അദ്കാരി വൽ ഇക്സാരി മിനൽ ഇസ്തിഗ്ഫാർ, ഖുർആൻ പാരായണം നിരന്തരമായി ഉണ്ടാവുക എന്നുള്ളത്. ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യണമെന്നത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. കൃത്യമായി അത് ചെയ്യുന്ന ആളുകൾ എന്നാൽ വളരെ വിരളവുമാണ്. ഖുർആൻ പാരായണം, ഖുർആനുമായുള്ള അടുപ്പം എന്നത് നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള പ്രേരണ നൽകുന്ന കാര്യമാണ്. ഖുർആനുമായി ബന്ധമുണ്ടാക്കുക എന്നുള്ളത്, ഖുർആൻ ഹൃദയത്തിന് പ്രകാശം നൽകുന്നതാണ്, മനസ്സിന് കുളിർമ നൽകുന്നതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുവാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കുവാൻ നമ്മൾ പ്രേരിപ്പിക്കും. നമ്മുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് പ്രേരകമാകും. അങ്ങനെ നിരന്തരമായി ഒരു വിശ്വാസം പുതുക്കിക്കൊണ്ടിരിക്കുവാനുള്ളൊരു പ്രേരണ കൂടിയാണ് നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യുക. അത് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും പാരായണം ചെയ്താൽ ഒന്നുകൂടി കൂടുതൽ നമ്മുടെ വിശ്വാസരംഗത്ത് ഉറച്ചു നിൽക്കുവാൻ അത് പ്രേരകമാകും. നമ്മൾ ചെയ്തു പോകുന്ന തിന്മകളിൽ നിന്ന് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവാൻ, അവനെ ഭയപ്പെടാൻ ഒക്കെ അത് കാരണമായി തീരും. അതേപോലെ തന്നെ അദ്കാറുകൾ, രാവിലെ പ്രഭാതമായി കഴിഞ്ഞാൽ നമ്മൾ അദ്കാർ സബാഹ് ചൊല്ലുന്നു, വൈകുന്നേരം അദ്കാറുൽ മസാഹ് ചൊല്ലുന്നു. നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ടാണ്. അദ്കാർ സബാഹിൽ അങ്ങനെ കുറേ ദിക്റുകൾ നമുക്ക് കാണാം. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികളിൽ ഒരാളും നീ തന്നെ അനുഗ്രഹം കൊണ്ടല്ലാതെ ഈ നേരം വെളുത്തിട്ടില്ല. മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക് ഫമിൻക വഹ്ദക, നിന്നിൽ നിന്ന് മാത്രമാണ് റബ്ബേ, നിന്റെ അനുഗ്രഹമാണ് ഈ സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് കാരണമായത്, ജോലിക്ക് പോകാൻ, ഈ ആരോഗ്യം നല്ലത്, ഈ ആഫിയത്ത് തന്നത്, ഇതൊക്കെ അള്ളാഹുവാണ്. റബ്ബിനെ ഓർത്തുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിന് ദിക്ർ ചെയ്തുകൊണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുക. നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യുക, അതും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനും അതോടൊപ്പം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുവാനും നമുക്ക് പ്രേരണ നൽകുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഖിറാഅത്തു ഖിസ്സത്തി തായിബീൻ അൽ ആയിദീന ഇലല്ലാഹി അസ്സ വജൽ. തൗബ ചെയ്ത, ഒരുപാട് നിരന്തരമായി തെറ്റുകളിൽ മുഴുകി അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങിയ പൂർവ്വസൂരികളുടെ കഥകൾ വായിക്കുക എന്നുള്ളതാണ്. ഖിറാഅത്തു ഖിസസി തായിബീൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഒരുപാട് അത്തരം സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മാഇസ് ബിൻ മാലിക് അൽ അസ്ലമിയുടെ ചരിത്രം, ഹാമിദി ഗോത്രക്കാരിയായ പെണ്ണിൻ്റെ ചരിത്രം, ജുഹനി ഗോത്രക്കാരിയായ പെണ്ണിൻ്റെ ചരിത്രമൊക്കെ ഹദീസുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. അന്നംറഅതൻ മിൻ ജുഹൈനത അതത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയ ഹുബ്ല മിന സിന, വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായ ഒരു പെണ്ണ്, ജുഹൈന ഗോത്രക്കാരിയായ പെണ്ണ് പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ട് ഫഖാലത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ, ഞാൻ ശിക്ഷ നടപ്പാക്കേണ്ട ഒരു കാര്യം എന്നിൽ സംഭവിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ മേൽ ശിക്ഷ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. ഫദഅ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു വലിയഹ, ആ പെണ്ണിൻ്റെ വലിയനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു അഹ്സിൻ ഇലൈഹ ഫഇദാ വളഅത് ഫഅ്തിനി, നീ ഇവളോട് നല്ല നിലയിൽ പെരുമാറുക, അവളുടെ ഗർഭം ഒഴിവായാൽ അഥവാ പ്രസവിച്ചു കഴിഞ്ഞാൽ അവളെ കൊണ്ടുവരിക. അങ്ങനെ അവൾ പ്രസവത്തിന് ശേഷം ആ ഗർഭധാരണത്തിലും പശ്ചാത്താപ വിവശയായിക്കൊണ്ട് തന്നെ ആ പെണ്ണ് കഴിഞ്ഞുകൂടി. എന്നിട്ട് പ്രസവാനന്തരം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഫശുദ്ദത്ത് അലിഹ സിയാബുഹ, അവളുടെ വസ്ത്രങ്ങളൊക്കെ വരിഞ്ഞ് മുറുക്കി അവളുടെ മേൽ
ഫറുജിമത്ത് സുമ്മ അമറ ബിഹ ഫറുജിമത്ത്, എറിഞ്ഞു കൊല്ലുവാനുള്ള ശിക്ഷ നടപ്പിലാക്കി. സുമ്മ സല്ല അലിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ മേൽ നമസ്കരിച്ചു. ഫഖാല ലഹു ഉമർ, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, തുസല്ലി അലൈഹ യാ റസൂലല്ലാഹ് വഖദ് സനത്, വ്യഭിചാരിണിയായ ഒരു പെണ്ണിൻ്റെ മയ്യിത്ത് താങ്കൾ നിസ്കരിച്ചോ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് താബത് തൗബതൻ ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന ലവസിയതുഹും. ലഖദ് താബത്ത്, അവൾ ചെയ്ത ഈ പശ്ചാത്താപം ഉണ്ടല്ലോ, അത് ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന, മദീനക്കാരായ 70 ആളുകളിലേക്ക് വീതിച്ചാൽ ലവസഅതും, അവർക്കത് മതിയാകും. അത്രമാത്രം 70 ആളുകൾ ചെയ്ത പശ്ചാത്താപത്തിന് തുല്യമായ പശ്ചാത്താപമാണ് അവൾ നിർവഹിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് പുറത്തു കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം പറഞ്ഞത് അവിടെ. അതേപോലെ തന്നെ ഗാമദി ഗോത്രക്കാരിയായ ആ പെണ്ണിൻ്റെ ചരിത്രം നമുക്കെല്ലാം അറിയുന്നതാണ്. അതും ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇതേപോലെ ഗാമദി ഗോത്രക്കാരിയായ പെണ്ണ് വന്നുകൊണ്ട് യാ റസൂലല്ലാഹ് തഹിറിനി എന്ന് പറഞ്ഞു, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈഹക് ഇർജിഇ ഫസ്തഗ്ഫിരില്ലാഹ് വതൂബി ഇലൈഹി, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ തിരിച്ചയക്കുകയാണ്. നിനക്ക് നാശമുണ്ടാവട്ടെ, നീ തിരിച്ചു പോകും, എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി തൗബ ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, ഫഖാലത്ത് അറാക തുരീദു അൻ തുറദ്ദിനി കമാ റദ്ദത്ത മാഇസ് ഇബ്നു മാലിക്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ മാഇസ് ഇബ്നു മാലിക്കിനെ തിരിച്ചയച്ചതുപോലെ എന്നെയും തിരിച്ചയക്കാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ മാഇസ് റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ വ്യഭിചാരം ചെയ്തു പോയതിൻ്റെ പേരിൽ പ്രവാചകൻ സന്നിധിയിൽ വന്നുകൊണ്ട്, അത് 2 രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസിന് മുഖം തിരിച്ചു. അപ്പം നബി മുഖം തിരിഞ്ഞടുത്ത് വീണ്ടും തിരിഞ്ഞു വന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു, മായിസ് ഞാൻ വ്യഭിചരിച്ച് പോയിട്ടുണ്ട്, ശിക്ഷ നടപ്പിലാക്കണം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു, അവിടെ പോയി അങ്ങനെ 4 പ്രാവശ്യം മായിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ട് തിരിഞ്ഞു അവിടെയൊക്കെ പോയി പറഞ്ഞു. എന്നിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. അദ്ദേഹം അതനുസരിച്ചില്ല. എന്നതുപോലെ പെണ്ണ് ചോദിക്കുകയാണ്, അതുപോലെ എന്നെ തിരിച്ചയക്കുകയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒമാദാക്ക്, എന്താണ് നിൻ്റെ പ്രശ്നം? അവൾ പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നീ തന്നെയാണോ? അതെ, ഞാൻ തന്നെയാണ്. എന്നിട്ട് അപ്പോൾ വ്യഭിചാരത്തിൽ നിന്ന് ആ പെണ്ണ് ഗർഭിണിയായിട്ടുണ്ട്. ഇതല്ലാ തളഅ മാ ഫി ബത്നിക്, അങ്ങനെ ആ പെണ്ണിനെ നിൻ്റെ ഗർഭധാരണം പൂർത്തി, അഥവാ നീ പ്രസവിക്കട്ടെ, അതിനുശേഷം നടപ്പിലാക്കാമെന്ന് പറഞ്ഞു. ആ പെണ്ണ് ആരോരുമില്ലാത്തവളായിരുന്നു. ഫക്കഫലഹ റജുലുൻ മിനൽ അൻസാർ, അങ്ങനെ ആ പെണ്ണിൻ്റെ കഫാലത്ത് അൻസാരിയായ ഒരു ആൾ ഏറ്റെടുത്തു. അവൾ പ്രസവിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് അപ്പോൾ പെണ്ണ് പ്രസവിച്ചപ്പോൾ ആ കുട്ടിക്ക് മുലയൂട്ടേണ്ടത് അനിവാര്യമാണല്ലോ. അവിടെ വീണ്ടും അൻസാരിയായ ഒരു സഹോദരൻ ആ ദൗത്യം ഏറ്റെടുത്തു. അതിനുശേഷം ആ പെണ്ണിൻ്റെ മേൽ ശിക്ഷ നടപ്പിലാക്കി. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാര്യം അവിടെ ആ സംഭവത്തിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. ഫക്കാന മിൻ ജുംലത്തി മിൻ റജ്മിഹ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ അറിയുന്നൊരു ചരിത്രമാണ്. ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലുന്ന കൂട്ടത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഫഹസല അലൈഹി ദമുൻ മിൻ റഅസിഹ ഹൈന ളറബഹു, അങ്ങനെ ആ പെണ്ണിനെ എറിയുന്ന സന്ദർഭത്തിൽ ആ പെണ്ണിൻ്റെ തല പൊട്ടി അതിൻ്റെ ചോര തൻ്റെ ശരീരത്തിലേക്ക്, ഖാലിദ് ബിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലേക്ക് വന്നു. അപ്പോൾ ഫസബ്ബഹ, ഖാലിദ് ബിൻ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു. സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാവുന്നൊരു സംഭവമാണല്ലോ. അങ്ങനെ ആ ഒരു നീചവൃത്തി ചെയ്ത് ശിക്ഷ ഏറ്റുവാങ്ങുന്ന പെണ്ണിനോടുള്ള ഒരു ഈർഷ്യ അദ്ദേഹത്തിൽ നിന്ന് പ്രകടമായി. ഫസബ്ബഹ, ആ പെണ്ണിനെ ചീത്ത പറഞ്ഞു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് താബത് തൗബത്തുൻ ലൗ താബഹ സാഹിബു മക്സിൻ ലഗഫറ ലഹു, കപ്പം വാങ്ങുന്ന ജനങ്ങളെ പിഴിയുന്ന കൊള്ളപ്പലിശക്കാരൻ ഇങ്ങനെ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അത്രമാത്രം വലിയ തൗബയാണ് ഈ പെണ്ണ് ചെയ്തിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ഖാലിദ് ബിൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. കാരണം അദ്ദേഹത്തെ ആ ആക്ഷേപത്തിന് ആ പെണ്ണ് അർഹനല്ല എന്ന രൂപത്തിൽ അത്രമാത്രം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി. കാരണം ഒരു തെറ്റ് ചെയ്തു പോയതിൻ്റെ പേരിൽ അത് സാധാരണഗതിയിൽ മനുഷ്യർ നിസ്സാരമാക്കി കാണുന്ന, സാരമില്ല അള്ളാഹു പുറത്തു വരും, അള്ളാഹു ഗഫൂർ റഹീമാനെന്ന് വിശ്വസിച്ചുകൊണ്ട് പശ്ചാത്തപിക്കാതെ ഇരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരു തെറ്റ് ചെയ്തു പോയതിൻ്റെ പേരിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ സന്നദ്ധയായി വരിക മാത്രമല്ല ചെയ്തത്, എത്രയോ 9 മാസക്കാലം ആ ശിക്ഷ നടപ്പിലാക്കുന്നതുവരെ കാത്തിരുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി തൗബ ചെയ്ത ആ സ്ത്രീയുടെ ചരിത്രം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സൂചിപ്പിക്കപ്പെട്ട മാഇസ് ബിൻ മാലിക് അൽ അസ്ലമി.
അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശദമായി തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. റസൂലുള്ളാഹി അദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോൾ ചോദിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഫസഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്ഹി മജ്നൂൻ, നീ മജ്നൂനാണോ, നീ ഭ്രാന്തനാണോ, നീ ഭ്രാന്ത് പറയുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിച്ചു, അല്ല ഞാൻ ഭ്രാന്തനെന്നല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഫഖാല, വീണ്ടും റസൂൽ ചോദിച്ചു, ആ ശരീബൽ ഖമറ, നീ കള്ളുടിച്ചിട്ടുണ്ടോ, നീ ഇങ്ങനെ മദ്യപിച്ച് മതോന്മത്തനായിട്ട് വെളിവില്ലാതെ പറയുകയാണോ? അല്ല. എന്തിനാണ് ഈ ശിക്ഷ നടപ്പിലാക്കാതിരിക്കാൻ തിരിച്ചുപോയി പശ്ചാത്തപിച്ച് മടങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ചാൻസ് കൊടുക്കുകയാണ്. പക്ഷേ ശിക്ഷ ഏറ്റുവാങ്ങാൻ സന്നദ്ധനായി പശ്ചാത്തപിച്ച് അങ്ങേയറ്റം പശ്ചാത്തപിച്ചിട്ടാണ് മായിസ് റളിയല്ലാഹു അൻഹു വന്നത്. ആ തൗബയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് നമുക്കറിയാം. അപ്പോൾ അത്തരം ചരിത്രത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ സംഭവിച്ചതിൻ്റെ പേര് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ തായിബീങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കുന്നത് നമുക്കും അത് പ്രേരണ നൽകും. അതേപോലെ തന്നെ മുസാഹബത്തു സാലിഹീൻ വൽ ബുഅദു അൻ ഖുറനാഇ സൂഇ വ മവാത്തിലിൽ മഅസിയ, ഇതിന് ഇസ്തിഗ്ഫാറിന് അല്ലെങ്കിൽ പാപമോചനത്തിന് പ്രേരകമാകുന്ന ഒരു കാര്യമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതുകൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക. മുസാഹബത്തു സാലിഹീൻ, സജ്ജനങ്ങളുമായുള്ള സഹവാസം. അതേപോലെ തന്നെ തിന്മകൾ, ചീത്ത സ്ഥലങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. സൂറത്തുൽ മുഅ്മിനൂൻ നമ്മൾ പഠിച്ചൊരായത്തുണ്ട്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. എന്താണ്? അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കും. അനാവശ്യ കാര്യങ്ങൾ ഉണ്ടാവുന്ന സ്ഥലത്ത് വിശ്വാസികൾ ഉണ്ടാവുകയില്ല, അവർ അതിൽ നിന്ന് മാറി നിൽക്കും, അതിൻ്റെ കൂടെ നിൽക്കുകയില്ല. ചില ആൾക്കാർ പറയില്ലേ, എന്താ ചെയ്യുക, സഹിക്കുക തന്നെ, നിവൃത്തിയില്ലല്ലോ. നിവൃത്തി ഉണ്ടാവണം, സഹിക്കുക തന്നെ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. നിഷിദ്ധമുണ്ടാകുന്നിടത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നവനാണ് വിശ്വാസി, അതിൻ്റെ കൂടെ നിൽക്കുന്നവനല്ല. അവരെന്തേലും ആയിക്കോട്ടെ, ഞാനത് ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഞാൻ എവിടെ ഇരിക്കുകയാണ് അല്ലേ. നാട്ടിൽ കല്യാണത്തിനൊക്കെ പോയാൽ വലിയ പാടാണ്. കാരണം അവിടെ നല്ല അടിപൊളി മ്യൂസിക് ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. മുസ്ലിങ്ങളുടെ കല്യാണമാണ് പറയുന്നത് അല്ലേ. ഇപ്പം എല്ലാം കൂടി കഴിഞ്ഞ അവസാനം ഇപ്പം പിശാചുകളൊക്കെ വരാൻ തുടങ്ങി. പുതിയാപ്പിള വരുന്നതിൻ്റെ കൂടെ കണ്ടിട്ടില്ല നിങ്ങൾ? ഇപ്പം അടുത്തൊരു വീഡിയോ മറ്റേ തലയോട്ടിയുടെ ഇതൊക്കെ വെച്ച് പൂർണ്ണമായി കറുത്ത ഗൗണൊക്കെ ഇട്ടിട്ട് ഒരു ഡെവിൽ കാര്യങ്ങൾ കണ്ടാൽ പിശാചുക്കളാണെന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു രൂപത്തിൽ പന്തൊക്കെ കൊളുത്തിയിട്ട് വാളൊക്കെ പിടിച്ച് പുതിയാപ്പിള വന്ന ഇപ്പം അടുത്ത് കണ്ടതാണ്. അങ്ങനെ ഓരോ പുതിയ ഇൻവെൻഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പം അത്തരം സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് എത്ര അടുത്ത ബന്ധുവാകട്ടെ, പറ്റില്ല, ഞാനില്ല, ഞാൻ വരില്ല എന്ന് പറയാൻ നാം സന്നദ്ധരാവണം. അതാണ് നേരത്തെ പറഞ്ഞ മുജാഹദത്തുൻ നഫ്സ്. അതിൻ്റെ കൂടികളാവലല്ല. അത് സാരമില്ല, കുടുംബക്കാരല്ല, എന്താ ചെയ്യുക, കുടുംബ ബന്ധം മറ്റുപോകും എന്ന് കരുതിയിട്ടൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലേ. അങ്ങനെ ഒരു കോംപ്രമൈസിങ് ഈമാനില്ലല്ലോ. പൂർണ്ണമായും മുസ്ലിം ആവാൻ അല്ലാഹു പറഞ്ഞത് ദുഖുലു ഫിസ്സിൽമി കാഫ. അതേപോലെ തന്നെ വരമ്പിൻ്റെ അറ്റത്ത് നിന്ന് തെല്ലിൽ നിന്ന് വിശ്വാസികളാകുന്ന ആളുകളെക്കുറിച്ചും ഖുർആനിൽ പറഞ്ഞതായി കാണാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് മുസാഹബത്തു സാലിഹീൻ, അഥവാ അതിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന അല്ലദീന യുദക്കിറൂനഹു ഇദാ നസിയ, നീ എന്തെങ്കിലുമൊക്കെ മറന്നു പോകുമ്പോൾ നന്മകാലകൾ അത് നിന്നെ ഓർമ്മിപ്പിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ വയുഇനുഹു ഇദാ ദക്കർ, ഓർത്താൽ നിന്നെ സഹായിക്കുന്ന ആളുകൾ, അത് ചെയ്യുവാൻ നിന്നെ സഹായിക്കുന്ന ആളുകൾ. വയുഖവ്വിമൂനഹു ഇദാ അവ്വജ, നീ തെറ്റിയാൽ നിന്നെ തിരുത്തുന്ന ആളുകൾ. അതേപോലെ വയഖൂദൂനഹു ഇലൽ ഹഖ് വഇലാ തരീഖിൽ മുസ്തഖീം, യഥാർത്ഥ ഭാന്താവിലേക്ക് നിന്നെ വഴി നടത്തുന്ന ആളുകൾ, അവരോടൊപ്പം കൂടാൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പം ചേരാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനമൊക്കെ എന്തിനാണ്, അത് വിദഅത്താണെന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത് നമുക്ക് നമ്മുടെ തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനുള്ള പ്രേരണ നൽകുന്ന ഒരു കാര്യമാണ് സജ്ജനങ്ങളുമായുള്ള സഹവാസം എന്ന് പറയുന്നത്. അവസാനമായി പറയാനുള്ളത് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. വിശ്വാസ പറഞ്ഞു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന പ്രാർത്ഥന എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ഐന്ദ ദുബുരി കുല്ലി സലാത്തിൻ, എല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. അഥവാ അത്തഹിയാത്തിലെ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കാം. 2 പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട് അവിടെ, യാ മുഖല്ലിബൽ ഖുലൂബും പിന്നെ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിസ്കാരത്തിന് സലാം വിട്ടതിന് ശേഷവും പ്രാർത്ഥിക്കാം, അത്തഹിയാത്തിൻ്റെ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കാം. അത് സ്ഥിരമായി നിരന്തരമായി പ്രാർത്ഥിക്കാൻ വിശ്വാസനെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പ്രവാചക ശാസ്ത്രം എപ്പോഴും നിർവഹിക്കാനുള്ള പ്രാർത്ഥനയാണ്.
അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, നിൻ്റെ മതത്തിൽ അള്ളാഹുവെ, നിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിൽ നീ എന്നെ അടിയുറച്ച് നിർത്തേണമേ. ഹൃദയം അള്ളാഹു അവൻ്റെ വിരലുകൾക്കിടയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ മാറി മറിയുന്നതാണ്. അത് കൃത്യമായി വിശ്വാസം ഉറച്ചില്ല എങ്കിൽ തെറ്റുകളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ തൗബ ചെയ്യുമ്പോൾ അതിൻ്റെ ഷർത്തുകളായി പഠിപ്പിച്ച 3 കാര്യം: ഒന്നാമത്തത് ഇഖ്ലാഉ അൻ മഅസിയ, ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുക. രണ്ടാമത്തത് ചെയ്ത തെറ്റിനെ ഓർത്ത് അന്നദാമത്ത് അലൽ ഫഅൽ, ചെയ്തതിൻ്റെ പേരിൽ ഖേദിക്കുക. മൂന്നാമത്തത് അൽ അസ്മു അല അദമിൽ ഔദതി ഇല ദൻബ്, അതിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുക. ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ റബ്ബന റഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.